കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കൃപയും അവിടുത്തെ ദയയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ആത്മാവ് ഈ ദിവസങ്ങൾ ആഴമായി ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനിടയായിത്തീരണം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരാൻ പോകുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നടുവിലും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും ദൈവകൃപയോടും മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മയെല്ലാം നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീഴാതവണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ കല്ലിൽ തട്ടിപ്പോകാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഇതിനൊന്നും നമുക്ക് പേടിക്കാനില്ല. കാരണം ദൈവം നമ്മുടെ കൂടെ. ആരുടെ കൂടെ? അവനോട് പറ്റിയിരിക്കുന്നവനോട് കൂടെ. നാമത്തെ അറിഞ്ഞ് യഹോവ നല്ലവനെന്ന് തിരിച്ചറിയുന്ന തൻ്റെ ജനത്തിൻ്റെ കൂടെ ദൈവം എഴുന്നേറ്റ് വരും, ദൈവം ഇറങ്ങി വരും. ദൈവം വീര്യം പ്രവർത്തിക്കും. അവിടെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ഇന്ന് പകലും കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ എന്നെ മറയ്ക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവം മുമ്പാകെ ഒന്ന് അപേക്ഷിക്കാം. ദൈവ സാന്നിധ്യത്തെ തടയാൻ, ദൈവശക്തിയെ തടയാൻ, ദൈവിക വിടുതലുകളെ തടയാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ലെന്ന് ഇന്ന് പകൽ നാം ഒന്ന് തിരിച്ചറിയട്ടെ. അവിടുത്തെ അത്ഭുതകരത്തിൻ്റെ ശക്തി ഇന്ന് പകലിലും വെളിപ്പെടുത്തി ആദരിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യണം. ദൈവത്തിൻ്റെ കാര്യം ഒരു കാലഘട്ടത്തിലും കുരുതായി പോയിട്ടില്ല, അല്ലേ? അവിടുത്തെ ചെവി മന്ദമായി പോയിട്ടില്ല. മന്ദമാകാത്ത ചെവിയുള്ള ഒരു ദൈവം, കുറുകിപ്പോരാത്ത കരമുള്ള ഒരു ദൈവം. നാം ഉണ്ടാക്കിയ ദൈവമല്ല, നമ്മെ ഉണ്ടാക്കിയ ദൈവമാണ്. നമ്മെ അറിഞ്ഞ ദൈവമാണ്, നമ്മെ നടത്തുന്ന ദൈവമാണ്. അവിടുത്തെ മുൻപാകെ ഏൽപ്പിച്ചു കൊടുത്ത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ അവകാശം പ്രാപിക്കാൻ കർത്താവ് നമ്മയെല്ലാം ഇന്നും പകലിലും ഇടയാക്കേണ്ടതിനായി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പലപ്പോഴും ഒത്തിരി വിടുതലുകൾ നാം അനുഭവിച്ച സന്ദർഭങ്ങളിലെ, എന്നാൽ ഇപ്പോൾ പല വിഷയങ്ങളുടെ മുമ്പിൽ നാം ചഞ്ചലിക്കുന്നു, പതറുന്നു, ഭയമകത്തു വരുന്നു. ഇതിൻ്റെ നടുവിലൊക്കെ ഇരുള് മഗ്ദലക്കാരത്തെ മറിയിക്കുന്ന തടസ്സമായി നിന്നില്ല, കല്ലറ തടസ്സമായി നിന്നില്ല, സെക്യൂരിറ്റികൾ അവരുടെ ഗമനത്തിന് തടസ്സമായി നിന്നില്ല. യേശുവിനോടുള്ള അഗാധമായ സ്നേഹം വന്നപ്പോൾ സകലത്തെയും ജയിക്കാൻ ദൈവം അവരെ ഇടയാക്കിയെങ്കിൽ ഇന്ന് പകലിലും പ്രിയ സഹോദരങ്ങളെ, നടന്നു പോകുന്ന വഴിത്താരകളിൽ പലതും വരുമെന്നോർത്ത് ഭയപ്പെട്ട, നിരാശപ്പെട്ട, തളർന്നു കിടക്കുന്ന പലരുമുണ്ട്. പക്ഷേ നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ള, ഇരുട്ടിലും ഇറങ്ങി വന്ന് ഇരുട്ടിനെ വെളിച്ചമാക്കുന്ന ദൈവത്തിൻ്റെ കരം ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്നു. ആ കരം വീര്യം പ്രവർത്തിക്കുന്നു, അത് ഉയർന്നിരിക്കുന്നു. അവിടുത്തെ മഹത്വമുള്ള ഭുജം തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറയാൻ തയ്യാറാകട്ടെ. സദൃശവാക്യം 15:13 സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. സന്തോഷമുള്ള ഹൃദയം നമ്മുടെ അകത്തുണ്ടായാൽ മുഖം പ്രകാശിക്കും. പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രതികൂലങ്ങൾ ഇല്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല, പക്ഷേ അവിടെ ഹൃദയമൊന്ന് സന്തോഷിക്കണം. നമുക്കറിയാം, റോമിലെ കാരാഗ്രഹത്തിൽ കിടന്ന്
പൗലോസ്ലീഹ പറഞ്ഞ പ്രസ്താവന, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പിന്നെയും ഞാൻ പറയും. എങ്ങനെയാ സന്തോഷിക്കാൻ കഴിയുന്നത്? അകത്തൊരു ധൈര്യം. അടുത്ത ഭാഗം അതാണ് നാം വായിച്ചത്, 13-ാം വാക്യമാണല്ലോ. ഹൃദയത്തിലെ വ്യസനം കൊണ്ട് ധൈര്യം ക്ഷയിച്ചു പോകുന്നു. എന്നാൽ സ്ലീഹന്റെ അകത്ത് വ്യസനമല്ല പൗലോസ്ലീഹയുടെയും ശിലാസിന്റെയും അകത്ത് വ്യാപരിച്ചത് ദൈവശക്തിയാണ്. ധൈര്യം പ്രാപിച്ചു, അവർ ശക്തരായി തീർന്നു. അതുകൊണ്ടാണ് അവരുടെ ഹൃദയം സന്തോഷിച്ച് മനസ്സ് ആനന്ദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിലും തൻ്റെ ജനത്തെ ധൈര്യപ്പെടുത്തുവാൻ കഴിയാതെ, ബലമേറ്റെടുക്കുവാൻ കഴിയാതെ, നിങ്ങളുടെ ആത്മശക്തിയെയും ധൈര്യത്തെയും ചോർത്തിക്കളയുന്ന ശക്തമായ വെല്ലുവിളികളുടെ റൂട്ട് കണ്ടുപിടിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, ധൈര്യം ചോർന്നാൽ നമ്മൾ ഒന്നും അല്ലാതായിത്തീരും. എലിയാവിൻ്റെ മേൽ ഭയങ്കര അഭിഷേകമുണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടം ഇസബെലിൻ്റെ ഭീഷണി വന്നപ്പോൾ തൻ്റെ ധൈര്യം ചോർന്നുപോയി, ബലം നഷ്ടപ്പെട്ടു, കരുത്ത് നഷ്ടപ്പെട്ടു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ എടുക്കണമേ എന്ന് പറഞ്ഞു. പക്ഷേ ദൈവം തള്ളിക്കളഞ്ഞില്ല. ധൈര്യം ചോർന്നപ്പോൾ തൻ്റെ ശരീരത്തെയും അത് ബാധിച്ചു. താൻ തളർന്നു കിടന്നു. ഇല്ലേ? ഇന്ന് പകലിലും പലരും പല വിഷയങ്ങളുടെ മുമ്പാകെ തളർന്നു കിടക്കുമ്പോൾ ഹൃദയത്തിലകത്തേക്ക് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പത്താൽ ഇന്ന് പകലൊരാത്മധൈര്യം വീണ്ടെടുക്കുമെങ്കിൽ നോക്കണേ, ശക്തമായൊരു വെല്ലുവിളി ദാവീദിനെതിരെ വന്നില്ലേ? മല്ലനായ ഗോലിയാത്ത് നിന്നെ കാണിച്ചു തരുമെന്ന് ദാവീദെ വെല്ലുവിളിച്ചപ്പോ ഒരു സൈന്യത്തിൻ്റെ മുമ്പാകെ പതറിപ്പോകാതെ, ഫിലിസ്ത്യ ശക്തിയുടെ മുമ്പാകെ ഹൃദയത്തിനകത്ത് വേദന ഉണ്ടാകാതെ, അസ്വസ്ഥത ഉണ്ടാകാതെ, എൻ്റെ ദൈവത്താൽ ഞാൻ നിന്റെ നേരെ വരികയാണെന്ന് പറഞ്ഞ് ആത്മധൈര്യം വീണ്ടെടുത്തവൻ ജയം പ്രാപിച്ചു. എങ്കിൽ ഇന്ന് പകൽ ഒരു സൈന്യം പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല, എൻ്റെ ധൈര്യം ചോർന്നു പോകത്തില്ല എന്ന് ഭക്തൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ പകലിലും തൻ്റെ ജനത്തോട് ദൈവവചനത്തിന് പറയാനുള്ളത്, ഹൃദയത്തിനകത്ത് സന്തോഷം നമ്മളെ സകല പ്രതികൂലങ്ങളെയും ജയിക്കാനൊരു കരുത്ത് പകരുകയാണ്. എന്നാൽ മറിച്ച് ധൈര്യം ചോർന്നു പോയാൽ അത് നമ്മുടെ ആത്മീയതയെ ബാധിക്കും, നമ്മുടെ ആരാധനയെ ബാധിക്കും, ശുശ്രൂഷകളെ ബാധിക്കും, പ്രാർത്ഥനയെ ബാധിക്കും, കുടുംബജീവിതത്തെ ബാധിക്കും. എല്ലാ മേഖലകളെയും ബാധിച്ച് സ്വയം വലിഞ്ഞകത്തൊതുക്കപ്പെടുന്ന മണ്ഡലത്തിലേക്ക് വരാതിരിക്കാൻ നിസ്സാര കാരണങ്ങൾ കാണുമ്പോൾ പോലും ഭയവും വേദനയും ശങ്കയും അകത്തു വരുന്ന ചിലരോട് ദൈവാത്മാവിന് പറയാനുള്ളത്, നിങ്ങളെ അതല്ലേ ചെങ്കടൽ മുമ്പിൽ അലറി വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറ, ധൈര്യപ്പെടുവേൻ, ഉറച്ചു നിൽപ്പേ. ധൈര്യപ്പെടണം. ചെങ്കടലിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ആരാ പറഞ്ഞ്? ചെങ്കടലിനെ സൃഷ്ടിച്ചവനാ വിളിച്ചു പറഞ്ഞത്. പ്രശ്നങ്ങളിൽ ഇറങ്ങി വരാൻ കഴിവുള്ളവനാ വിളിച്ചു പറഞ്ഞത്. ഏത് പ്രതികൂലത്തെയും ചവിട്ടി മെതിച്ചവനാ വിളിച്ചു പറഞ്ഞത്. സകലത്തെയും കീഴാക്കിയവനാ വിളിച്ചു പറഞ്ഞത്. എനിക്ക് കഴിയും, എനിക്ക് കഴിയും, എനിക്ക് കഴിയും, ഞാനത് ചെയ്യും. അപ്പോൾ ധൈര്യം ചോർന്നു പോയ ഒത്തിരി പേരുണ്ട്. എന്നാൽ ആ ധൈര്യം ദാനിയേൽ ഏറ്റെടുത്തു. എപ്പോൾ? സിംഹത്തിൻ്റെ ഗുഹയിലേക്കിടാൻ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ദൈവത്തിങ്കൽ ധൈര്യപ്പെട്ടു. അവരുടെ ഹൃദയം സന്തോഷിച്ചു. സന്തോഷത്തോടെ തീച്ചൂളയിലേക്കും സിംഹത്തിൻ്റെ കുഴിയിലേക്കും പോയത്. പത്മോസിലേക്ക് പോയവരാരും തിരിച്ചു വന്നില്ല. പക്ഷേ യോഹന്നാൻ പോയതും ബഹുസന്തോഷത്തോടെ. കാരണം യോഹന്നാൻ അറിയാം
ഇപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു പർപ്പസ് എൻ്റെ മേലുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതുപോലെ ഇന്ന് പകൽ യഹോവയിൽ പ്രത്യാശയുള്ള ഏവരും ധൈര്യപ്പെട്ടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നാളെ ഓർത്ത് ഭാരപ്പെടുന്ന, ഇന്നലകളെ ഓർത്ത് ഭയപ്പെടുന്ന ചില കുടുംബങ്ങളെ ദൈവാത്മാവ് വ്യക്തമായി കണ്ടിട്ട് പറയുന്നു, ദൈവം നിങ്ങളുടെ ശരീരത്തിന്മേൽ വിടുതലയക്കും, നിങ്ങളുടെ കുടുംബജീവിതത്തിന്മേൽ വിടുതലയക്കും. തലമുറകളെ ദൈവം പണിയും, നിങ്ങളുടെ വിഷയങ്ങളെ ടച്ച് ചെയ്യും. ഇന്ന് പകൽ ആ സന്തോഷം നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. ദൈവാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യുന്നു. പിതാവേ, ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളുടെ മേൽ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വന്ന് ഒരാത്മശക്തിയുടെ അളവറ്റ വലുപ്പത്താൽ സകലത്തെയും ജയിക്കുന്ന സ്പിരിച്വൽ അതോറിറ്റി ഇന്ന് പകലങ്ങ് നൽകിയിരിക്കാൻ സ്തോത്രം. രോഗികൾ സൗഖ്യമായിരിക്കാൻ സ്തോത്രം. ആത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹൃദയം സന്തോഷിക്കട്ടെ, ധൈര്യം ഏറ്റെടുക്കട്ടെ, ആത്മാവിൻ്റെ അനോയിന്റിങ് വെളിപ്പെട്ട് വരട്ടെ, പരിശുദ്ധാത്മാവിൽ പണിയപ്പെടട്ടെ. ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശ്നിച്ചു.